നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. അതിദാരുണമായ ഒരു സംഭവമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ജനങ്ങൾ പറയുന്ന കാര്യമാണ്, വന്യമൃഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സുരക്ഷയില്ല എന്ന്. അതിന്ന് മാനന്തവാടിയിൽ സംഭവിച്ചിരിക്കുന്നു. ഒരാളെ വീട്ടിൽ കയറിയാണ് ആന കൊലപ്പെടുത്തിയത്. അതുമാത്രമല്ല, ഇതിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആനയാണ്. കർണാടക വനം വകുപ്പ് ബന്ദിപ്പൂരിൽ കൊണ്ടുവിട്ട ആനയാണ് കേരള അതിർത്തിയിൽ ഇറങ്ങി ഇത്ര വലിയ പരാക്രമം നടത്തിയത്. ഈ ആന അതിർത്തിയിൽ വന്നിട്ടുണ്ട് എന്ന് വനം വകുപ്പിന് ബോധ്യമുണ്ടായിരുന്നു. എന്നിട്ടും ആനയെ പിടികൂടുന്നതിനുള്ള ഒരു ശ്രമവും നടന്നില്ല എന്നതും ജനങ്ങളെ രോഷത്തിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ മാനന്തവാടിയിൽ നടക്കുന്നത്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വനം വകുപ്പ് വയനാട്ടിൽ ഉറങ്ങുമ്പോൾ ജനങ്ങൾക്ക് വീട്ടിലും രക്ഷയില്ല. റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന വീട്ടിൽ കയറി ഒരാളെ കൊലപ്പെടുത്തി. രക്ഷപ്പെടാൻ അജി ഓടിക്കയറിയ വീടിന്റെ ഗേറ്റ് തകർത്ത് ആനയുടെ പരാക്രമം. കർണാടകം പിടികൂടി കാട്ടിൽ വിട്ട ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ. വനംവകുപ്പ് ചെയ്യാവുന്ന നിയമപരമായ എല്ലാ നടപടികളും ത്വരിതഗതിയിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതൊരു വസ്തുത തന്നെയാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കാനുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ചെയ്യേണ്ടതെല്ലാം ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന വനം മന്ത്രിയെ കൊണ്ട് എന്ത് പ്രയോജനം? ആന അതിർത്തി കടന്നെന്ന് 4 ദിവസം മുൻപേ വിവരം കിട്ടിയിട്ടും സിഗ്നൽ പോലും വാങ്ങിയെടുക്കാൻ കഴിയാതെ കേരള വനം വകുപ്പ്. നിരീക്ഷിക്കാനുള്ള ഡ്രോണിന്റെ ചാർജ് തീർന്നെന്ന് വിശദീകരണം. വനം മന്ത്രി വരണമെന്ന് നാട്ടുകാർ. കർണാടക ഹൈക്കോടതി കനിഞ്ഞില്ലെങ്കിൽ വീണ വിജയൻ വിയർക്കും. കോടതി അപേക്ഷ പരിഗണിക്കാനിരിക്കെ രേഖകൾ ഹാജരാക്കാൻ വീണയ്ക്ക് സമൻസ്. SFIOയുടെ ചടുല നീക്കം CMRL നൽകിയ സേവനവും സാമ്പത്തിക ഇടപാടും കണ്ടെത്താൻ. മുഖ്യമന്ത്രിയുടെ മകളെ കൈവിടാതെ CPM. എക്സാലോജിക്കിനെ വെള്ളപൂശിയുള്ള പാർട്ടി രേഖ കീഴ്ഘടകങ്ങൾക്ക് നൽകി. ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജിക് ഇടപാടിനെ വക്രീകരിച്ച് മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യുന്നുവെന്ന് വിശദീകരണം. പാർട്ടി നേതാക്കളുടെ കുടുംബത്തിനെതിരായ ആരോപണം കീഴ്ഘടകങ്ങളിൽ ന്യായീകരിക്കുന്നത് അപൂർവം. CPM ന്യായീകരിക്കുമ്പോഴും വിദേശ സർവകലാശാലകളെ ആനയിക്കുന്നതിൽ എതിർപ്പുമായി CPI. ഇടതുമുന്നണി ചർച്ച ചെയ്യാത്ത കാര്യം ബജറ്റിൽ ഇടം പിടിച്ചതിൽ പാർട്ടിക്ക് അതൃപ്തി. കേന്ദ്ര നിയമം അനുസരിക്കാതിരിക്കാൻ കഴിയില്ലെന്ന ന്യായവുമായി EP ജയരാജൻ. നരേന്ദ്രമോദിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ NK പ്രേമചന്ദ്രനെ വിളിച്ചതിൽ രാഷ്ട്രീയ നീക്കമുണ്ടോ? 8 MPമാരിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പ്രേമചന്ദ്രൻ മാത്രം. പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ലോക്സഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കും. ചിഹ്നവും നേതാവും ഇല്ലാതിരുന്നിട്ടും ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ നേട്ടം. ഏറ്റവും കൂടുതൽ ജയിച്ചത് തെഹ്രീക്കെ ഇൻസാഫ് പിന്തുണച്ച സ്വതന്ത്രർ. കൂട്ടുകക്ഷി മന്ത്രിസഭയുണ്ടാക്കാൻ നവാസ് ഷെരീഫ്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നടക്കുന്നതൊന്നും ആരോഗ്യമന്ത്രി അറിയുന്നില്ലേ? 4 മാസം മുൻപ് പ്രസവ ശസ്ത്രക്രിയക്കിടയിലെ മരണവും അനസ്തേഷ്യയിലെ പിഴവ് കാരണം. ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും അന്വേഷിച്ചില്ലെന്ന് മരിച്ച രജിതയുടെ കുടുംബം. അവിടെ ഇത്തിരി ഗുരുതരമാണ്. നമുക്ക് വണ്ണത്തോട് കൊണ്ടുപോകണം. അത് കഴിഞ്ഞ് ആംബുലൻസൊക്കെ വരാൻ ഒരുപാട് താമസിച്ച്. വയനാട് മാനന്തവാടിയിൽ അജി എന്നയാളെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ ആനയെ മയക്കുപിടി വയ്ക്കുവാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വനം മന്ത്രി AK ശശീന്ദ്രൻ അല്പസമയം മുമ്പാണ് ഇക്കാര്യം അറിയിച്ചത്. ആദ്യം ശശീന്ദ്രന്റെ വാക്കുകൾ നോക്കാം. അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് വയനാട് മാനന്തവാടിയിൽ ഉണ്ടായത്. ഇതിൽ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ഉത്തരവ് ഉടൻ ഇറങ്ങുമെന്നാണ് വനം മന്ത്രി പറയുന്നത്. നേരത്തെ ഉദ്യോഗസ്ഥർ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട് എന്നായിരുന്നു വനം മന്ത്രിയുടെ വിശദീകരണം. മാനന്തവാടി ഇപ്പോൾ
പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. കൊലയാളി ആനയെ മയക്കുവെടി വയ്ക്കുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വനം മന്ത്രി അറിയിച്ചു. വനമന്ത്രിയുടെ വാക്കുകളിലേക്ക്. വകുപ്പിന്റെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ടാണ് ജാഗ്രത ഉണ്ടായില്ല? അല്ല, അത് എങ്ങോട്ടേക്കാണ് നീങ്ങിയതെന്ന് ഈ ഗ്യാപ്പിൽ മനസ്സിലാവില്ലത്. ആ ഗ്യാപ്പിൽ കുറച്ച് ഒരു 3 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഗ്യാപ്പിൽ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അല്ല, ഇന്നലെ മുതൽ ജനവാസ മേഖലയിൽ ആനയുണ്ട് എന്നാണ് പറയുന്നത്. അനൗൺസ്മെന്റ് പോലും നടത്താൻ തയ്യാറായിട്ടില്ല. അല്ലല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ആക്ഷേപങ്ങൾ വരും. ഇപ്പോൾ ഈ കൂട്ടത്തിൽ എന്ത് പറഞ്ഞാലും ആളുകളത് വിശ്വസിക്കും. ഞാൻ അതിനൊന്നും വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ പോകുന്നില്ല. നമുക്ക് വേണ്ടത് പ്രശ്നപരിഹാരം കാണാനാണ്. പ്രശ്നപരിഹാരം കാണാൻ നിയമലംഘനം നടത്താതെയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ നേരിട്ട് ആ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് തുടർന്ന് അങ്ങോട്ടുള്ള പരിപാടികൾ നടക്കുന്നത്. അതുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ഈ സന്ദർഭം, കാരണം കുറ്റപ്പെടുത്തിയിട്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുക എന്നുള്ളത് ഒരു ശരിയായ നടപടിയല്ല. ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യണം. ആ ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മണിക്കൂർ മതി. ആനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ ചെയ്യുന്നതെല്ലാം ചെയ്യുന്നു എന്ന കാര്യമാണ് വനമന്ത്രി പറയുന്നത്. കൊല്ലപ്പെട്ടത് മാനന്തവാടി സ്വദേശിയായ അജിയാണ്. ആനയെ കണ്ട് ജനങ്ങൾ സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. അപ്പോഴാണ് ഗേറ്റ് തകർത്ത് ആന പാഞ്ഞെത്തിയത്. അജി വീണുപോയ അജിയെ ആന ആക്രമിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ആക്രമണം ഉണ്ടായത്. മാനന്തവാടി പടമല എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്. ആനയെ കണ്ട് ജനങ്ങൾ സമീപത്തെ വീട്ടിലേക്ക് കയറുകയായിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ കാണാം. ഇങ്ങനെയായിരുന്നു ആനയുടെ ആക്രമണം ഉണ്ടായത്. കർണാടകം കൂട്ടിലാക്കിയ ആനയാണ്. കൂട്ടിലാക്കിയതിനു ശേഷം ബന്ദിപ്പൂരിൽ തുറന്നുവിട്ട ആനയാണ് ഇങ്ങനെ ആക്രമണം നടത്തിയത്. 4 ദിവസം മുൻപ് തന്നെ ആനയുടെ ആക്രമണം അറിഞ്ഞിരുന്നു കേരള വനം വകുപ്പ്. പക്ഷേ വനം വകുപ്പിന് കർണാടകത്തിൽ നിന്നുള്ള സിഗ്നൽ വാങ്ങിയെടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന വിചിത്രമായ ന്യായീകരണമാണ് പറയുന്നത്. റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്ന ആനയാണ്. ഇതാണ് ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് ഈ ആക്രമണം നടത്തിയത്. കർണാടകം പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് ബന്ദിപ്പൂരിൽ കൊണ്ടുവിട്ട ആനയാണ് കേരള കർണാടക അതിർത്തിയിലെത്തിയത്. ഈ വിവരം കേരള വനം വകുപ്പ് അറിഞ്ഞിരുന്നു. ആനയെ നിരീക്ഷിച്ചു വരികയാണ്. വിചിത്രമായ പല ന്യായങ്ങളും കേരള വനം വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. ആനയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഡ്രോൺ സംവിധാനം ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ ഡ്രോൺ എവിടെ എന്ന ചോദ്യത്തിന് വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഡ്രോൺ അടുത്തുള്ള വീട്ടിൽ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്നു എന്നായിരുന്നു. ഇങ്ങനെയുള്ള വിചിത്രമായ ന്യായീകരണങ്ങൾ വനം വകുപ്പ് നടത്തുകയാണ്. ഈ വീട്ടിൽ കയറി അജിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ആന സമീപ പ്രദേശത്തേക്ക് മാറുകയായിരുന്നു. ജനവാസ മേഖലയിൽ തന്നെയാണ് ഇപ്പോഴും ആനയുള്ളത്. ആനയെ മയക്കുപിടി വെക്കുവാനുള്ള നിർദ്ദേശം ഒടുവിൽ വനമന്ത്രി നൽകിയിരിക്കുകയാണ്. ഇതിന്റെ ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നാണ് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത്. അതേസമയത്ത് തന്നെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് മാനന്തവാടിയിൽ നടക്കുന്നത്. 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ ജനങ്ങൾ അവിടെ ഹർത്താലും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആനയുടെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ മാനന്തവാടിയിൽ ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാനന്തവാടിയിൽ തന്നെയാണ് ദിവസങ്ങൾക്ക് മുൻപ് തണ്ണീർക്കൊമ്പൻ എന്ന ആന ഇറങ്ങിയത്. ഏതാണ്ട് അതിന് സമീപത്തുള്ള പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ജനങ്ങളുടെ പ്രതിഷേധം കാണാം. Zindabad!
ജനങ്ങളുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. വൈകിട്ട് 5 മണി വരെ ഹർത്താലും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാനന്തവാടിയിൽ. ഈ ആന ആക്രമണം നടത്തിയതിന്റെ രീതി എന്ന് പറയുന്നത്, ആന വന്നിരുന്നു അതിർത്തിയിൽ എന്ന് നേരത്തെ തന്നെ വനംവകുപ്പിന് വിവരം കിട്ടിയിരുന്നു. ആനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ജനങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നാണ്. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പുലർച്ചയോടുകൂടിയാണ് അജിയെ ആക്രമിച്ച് ആന കൊലപ്പെടുത്തിയത്. ഇതിനകം തന്നെ ജനപ്രതിനിധികൾ രംഗത്തെത്തിയിട്ടുണ്ട്. വനം മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. കാട്ടാന വീട്ടിൽ കയറി കൊലപ്പെടുത്തുകയായിരുന്നു. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയുടെ പരാക്രമമാണ് ഉണ്ടായത്. കർണാടകം കാട്ടിലാക്കിയ ആനയാണ്. ഈ ആനയുടെ പേര് ബേലൂർ മാഗ്ന എന്നാണ്. ഈ വിവരവും കിട്ടിയിട്ടുണ്ട്. ആന നാട്ടിലുണ്ടെന്ന വിവരം 4 ദിവസം മുൻപ് തന്നെ നൽകിയിരുന്നതാണ്. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയുടെ ഈ റേഡിയോ കോളർ സിഗ്നൽ കിട്ടുന്നില്ല എന്ന പരാതിയാണ് കേരളം നൽകുന്ന വിശദീകരണം. കേരള വനം വകുപ്പ് ഇങ്ങനെയാണ് പറയുന്നത്. ഇതാണ് കർണാടകത്തോട് ആവശ്യപ്പെട്ടത്, സിഗ്നൽ വേണമെന്ന്. പക്ഷേ കർണാടകം ഈ സിഗ്നൽ നൽകിയിരുന്നില്ല എന്നാണ് വനം വകുപ്പ് പറയുന്നത്. അപ്പോൾ അത് എത്രമാത്രം വിശ്വസിക്കാവുന്നതാണ് എന്ന് ഇനി അറിയാൻ ബാക്കിയുണ്ട്. അതേസമയം ജനപ്രതിനിധികൾ പറയുന്നത് വനം വകുപ്പ് പരാജയമായിരുന്നു. നാട്ടുകാരും അങ്ങനെ തന്നെ പറയുകയാണ്. ഒരു തരത്തിലുള്ള നിർദ്ദേശവും ഞങ്ങൾക്ക് നൽകിയിരുന്നില്ല ഈ ആനയുടെ എവിടെയാണ് ആന ഉള്ളത് എന്നതിനെക്കുറിച്ച്. ഇതും നാട്ടുകാർ പറയുന്നുണ്ട്. ടി സിദ്ദിഖ് MLA, കൽപ്പറ്റ ജനപ്രതിനിധിയായ ടി സിദ്ദിഖ് MLA ആരോപണം ഉന്നയിച്ചിരുന്നു വനം മന്ത്രിക്കെതിരെ. അതുപോലെ തന്നെ ഐ സി ബാലകൃഷ്ണനും ആരോപണം ഉന്നയിച്ചിരുന്നു വനം മന്ത്രിക്കെതിരെ. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ജിൻസ് ചേരുന്നുണ്ട് മാനന്തവാടിയിൽ നിന്ന്. ജിൻസ്, എന്താണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം എന്താണ്? ഇപ്പോൾ വനം മന്ത്രി സ്ഥലത്തേക്ക് വരണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടല്ലോ നാട്ടുകാർ. പക്ഷേ വനം മന്ത്രി അങ്ങോട്ട് വരുന്നുണ്ടോ? എന്തുറപ്പ് കിട്ടിയാൽ മാത്രമേ ഇനി പ്രതിഷേധത്തിൽ നിന്ന് മാറുകയുള്ളൂ? എന്താണ് നാട്ടുകാർ പറയുന്നത്? രഞ്ജിഷ്, വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞതോടെ വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മൃതദേഹവുമായി നാട്ടുകാർ ഇപ്പോൾ മാനന്തവാടി ഗാന്ധി പാർക്കിൽ എത്തിക്കൊണ്ട് പ്രതിഷേധം കനക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മാനന്തവാടി നഗരം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ ആക്രമണകാരിയായ ആനയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കർണാടകയിൽ നിന്നും റേഡിയോ കോളർ ഘടിപ്പിച്ച ബേലൂർ മഗ്ന എന്നറിയപ്പെടുന്ന ഈ കാട്ടാനയാണ് ഈ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ നവംബർ 30-നാണ് ഈ കർണാടകയിലെ ഹസനിൽ വെച്ച് ഈ മോഴയാനയെ പിടികൂടിയത്. തുടർന്ന് റേഡിയോ കോളർ ഘടിപ്പിച്ച് ഈ വയനാട് വന്യജീവി സങ്കേതത്തോട് ചേർന്ന മൂലഹള്ള വന്യജീവി റേഞ്ചിലാണ് ഇതിനെ തുറന്നു വിടുകയുണ്ടായത്. അതിനുശേഷമാണ് ഇത് ഇവിടെ എത്തിക്കുകയുണ്ടായത്. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് തന്നെ ഉത്തരമേഖല CCM മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ ഒരു മോഴയാന കൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച മോഴയാന ഈ വയനാടൻ കാടുകളിൽ എത്തിയിട്ടുണ്ട്, അതിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നാണ് അറിയിച്ചത്. എന്തായാലും ഇന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ നിലവിൽ വനംവകുപ്പിനെതിരെ വലിയ വീഴ്ച സംഭവിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനോ കൃത്യമായി ഈ ആന എവിടെയുണ്ട് എന്ന് അറിയിക്കാനോ വനംവകുപ്പിന് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് ഈ ജനവാസ മേഖലയിൽ എത്തിയത്. അപ്പോൾ പോലും ജനങ്ങളോട് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകാൻ വനംവകുപ്പിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആരോപിക്കുന്നത്. ജിൻസെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആന എവിടെയാണ് എന്നുള്ള കാര്യം അത് സ്പോട്ട് ചെയ്യുന്നതിന് വേണ്ടി വനംവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ടോ? വനംവകുപ്പ് ഉടൻ തന്നെ അടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് വനമന്ത്രി പറയുന്നു. മയക്കുപിടി വെക്കുവാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിപ്പോൾ ഇന്ന് സാധ്യമാകുന്ന കാര്യമാണോ? എന്താണ് അതേക്കുറിച്ച് പറയുവാനുള്ളത്? നിലവിൽ കുറുക്കുമൂല പ്രദേശത്താണ് ഈ കാട്ടാനയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ മയക്കുവെടി വെക്കുക എന്നുള്ളത് ഇത് ജനവാസ മേഖലയും അതുപോലെ തന്നെ വനവും അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വനത്തിലേക്ക് തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രായോഗികമായ ഘടകം. അതേസമയം ഇത് വനത്തിൽ നിന്നും പിന്തിരിഞ്ഞ് ജനവാസ മേഖലയിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇതിന് ഒരു സന്ദർഭം ഒത്തുവന്നാൽ മാത്രമാണ് ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ വനംവകുപ്പ് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അതുപോലെ തന്നെ ഇപ്പോൾ കേരള വനം വകുപ്പ് പറയുന്നുണ്ടല്ലോ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ കിട്ടിയിരുന്നില്ല എന്ന്. ഇത് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, ഈ ആരോപണം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണോ വനം വകുപ്പ് ഇങ്ങനെ പറയുന്നത്? നേരത്തെയും ഇതുപോലെ തന്നെ തണ്ണീർക്കൊമ്പന്റെ കേസിലും ഇതേ സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. കർണാടക വനംവകുപ്പിനെതിരെയായിരുന്നു കേരള വനംവകുപ്പ് വഴിചാരിയത്. അതേ സംഭവം തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ കൊമ്പന്റെ കേസിലും ഉണ്ടായിട്ടുള്ളത്. കർണാടക വനംവകുപ്പ് ഘടിപ്പിച്ച ഈ റേഡിയോ കോളർ കൃത്യമായി നിരീക്ഷിക്കാനുള്ള ആന്റിനെ അടക്കമുള്ള സാങ്കേതിക സംവിധാനങ്ങൾ
ഈ കർണാടക വനംവകുപ്പ് നൽകാത്തതാണ് ഈ പ്രതിസന്ധിയിലേക്ക് നൽകിയത് എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ കേരള വനംവകുപ്പ് പറയുന്നത്. അതേസമയം തന്നെ ഇത് വാങ്ങിയെടുക്കാൻ എന്തുകൊണ്ട് വനംവകുപ്പിന് കഴിഞ്ഞില്ല എന്നുള്ളതും നിലവിൽ ഒരു ചോദ്യചിഹ്നമായി മാറുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ജനങ്ങൾക്ക് കൃത്യമായി ഒരു മുന്നറിയിപ്പ് നൽകാൻ വനംവകുപ്പിന് കഴിയാത്തത് വലിയ വീഴ്ചയായിട്ട് തന്നെയാണ് നിലവിൽ നാട്ടുകാർ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ പ്രതിഷേധം വരുന്നത്. DFO അടക്കമുള്ളവർ, DFO അതുപോലെ തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ പ്രദേശത്ത് എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നയിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ സർവകക്ഷി യോഗം ചേരുകയാണ്. സബ് കളക്ടർ ഓഫീസിൽ വെച്ചാണ് നിലവിൽ ഈ സർവകക്ഷി യോഗം ചേരുന്നത്. എന്തായാലും ജനപ്രതിനിധികളും മാനന്തവാടി രൂപത പ്രതിനിധികളും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, മാനന്തവാടി MLA ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ നിലവിൽ ഈ ചർച്ചയ്ക്ക് പരിഹാരം ആകുന്നതിനു വേണ്ടിയുള്ള ഒരു സർവകക്ഷി യോഗം ചേരുന്നത്. എന്തായാലും ഉടനെ തന്നെ ഇതിനെ സന്ദർഭം ഒത്തു വന്നാൽ തന്നെ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കവും നിലവിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി ജിൻസ്, എന്തായാലും മയക്കുവെടി വെക്കുവാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. വനമന്ത്രി ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ. ആന വന്നിട്ടുണ്ട് ഇവിടെ. ആന വന്ന് പോലീസുകാർ എന്ത് ചെയ്യാൻ പറ്റും? ആളെ കൊണ്ട് നിങ്ങൾ ഇത്രയും കളക്ടർ ഇല്ല, DFO ഇല്ല. കഴിഞ്ഞ ആഴ്ച ആന വന്ന പാറേക്കാലിലെത്തിയ കളക്ടർ 20 മിനിറ്റ്. അപ്പൊ റേഡിയോ കോളർ ധരിപ്പിച്ചതായിരിക്കുന്ന ആന പുറത്തേക്ക് വരുമ്പോ അതിന്റെ കറക്റ്റ് ട്രാക്കിംഗ് ഉണ്ടാവണം. ആ ട്രാക്കിംഗ് നിയന്ത്രിക്കേണ്ടത് വനംവകുപ്പാണ്. അതിന് പ്രതിരോധിക്കാനുള്ള നടപടികൾ അവർ സ്വീകരിക്കണം. ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ ജീവന് വയനാട്ടിൽ ഒരു വിലയുമില്ലാതെ വന്യമൃഗങ്ങളുടെ മുമ്പിൽ ജനങ്ങൾ ഒരു രക്ഷയുമില്ലാതെ മരണത്തിന് കീഴടങ്ങുന്ന ഗുരുതരമായ സാഹചര്യമാണ്. ഇതിന്റെ ഒന്നാമത്തെ പ്രതി വനം വകുപ്പാണ്. അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയാണ്. വയനാടിന്റെ സാമൂഹ്യ ജീവിതത്തെ തകർത്താണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഈ ദുഃഖകരമായ സാഹചര്യത്തെ വിരാമമിടാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് ഇതിന്റെ പരിഹാര മാർഗങ്ങൾക്കുള്ള നടപടികൾ മുഖ്യമന്ത്രി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള നടപടികൾ സ്വീകരിക്കും. നിലവിൽ മാനന്തവാടിയിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ രണ്ടാമത്തെ തവണയാണ് മാനന്തവാടിയിലേക്ക് കാട്ടിൽ നിന്ന് മാന വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇത് കൃത്യമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കർണാടകത്തിൽ നിന്നും വരുന്നതാണ്. അതുകൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി അതിഭീകരമാണ്. ഇന്ന് ആന നാട്ടിലിറങ്ങിയതിനു ശേഷം മിനിറ്റുകൾക്കകം ഒരാളെ കൊലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രാവിലെ അത് അയാളെ ആന ചവിട്ടിക്കൊന്ന ഭാഗത്തേക്ക് ഒരു ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഒരാളും വന്ന് അങ്ങോട്ടേക്ക് നോക്കിയിട്ടില്ല. ഇവിടെ ഞങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള, ഞങ്ങൾക്ക് ഇനി ബാക്കിയുള്ളവർക്കാണെങ്കിലും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരിക എന്നുള്ളതാണ്. ഭീകരമായ ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ളത്. ഒരു വീട്ടിലേക്ക് ഓടിപ്പോകുന്ന ഒരാളെ പിന്തുടർന്നെത്തി ആന കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വലിയ ഭീതിയിലാണ് മാനന്തവാടിയും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ വന്ന ആനയെ പോലെയല്ല, ഇത് ജനങ്ങളെ ആക്രമിക്കുന്ന സ്വഭാവം കാണിക്കുകയാണ്. ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് ഓടിക്കയറിയിട്ടും വീടിന്റെ മതിലടക്കം തകർത്ത് അതിഭീകരമാം വിധമാണ് ഞങ്ങളുടെ സഹോദരൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ സഹോദരനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊന്നതാണ്. 5 മണി മുതൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിരീക്ഷണത്തിലുള്ള ആന ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊല ചെയ്യാൻ ഔദ്യോഗിക വിഭാഗം കൂട്ടുനിന്നിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ആരോപിക്കാനുള്ളത്, പറയാനുള്ളത്. ന്യായമായ ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. വനം വകുപ്പിന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ എവിടെ പോയി എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഒരു ഡ്രോൺ സംവിധാനം പോലും ഇല്ലാതെ, ഒരു ഡ്രോൺ ചാർജ് ചെയ്യുവാനുള്ള സംവിധാനം പോലും ഇല്ലാതെയാണോ കേരള വനം വകുപ്പ് പ്രവർത്തിക്കുന്നത്? വനമന്ത്രിയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഫലം കിട്ടുന്നില്ല എന്ന് വിലപിക്കുകയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു വനമന്ത്രിയെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന ചോദ്യം പോലും നാട്ടുകാരും നമുക്ക് ഉന്നയിക്കാവുന്ന കാര്യമാണ്. മന്ത്രി വരണമെന്ന് നാട്ടുകാർ ആവശ്യം ഉന്നയിച്ചിരുന്നു, എന്നാൽ അദ്ദേഹം വയനാട്ടിലേക്ക് വരുന്നില്ല. വയനാട്ടിൽ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് മന്ത്രി പറയുന്നു. അത് പക്ഷേ മന്ത്രി പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വയനാട്ടിലെന്ന് ജനങ്ങൾ പറയുന്നു. റേഡിയോ കോളർ സിഗ്നൽ കിട്ടാൻ ശ്രമിച്ചു, കിട്ടിയില്ല എന്ന് വനം വകുപ്പ് പറയുന്നു. ഇതാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ. വയനാട്ടിൽ ഭീകരമായ ഒരവസ്ഥയാണ് വന്യമൃഗങ്ങളെ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മാനന്തവാടിയിൽ ഒരാളെ ആന കുത്തിക്കൊന്നത്. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയുടെ പരാക്രമമാണ് കണ്ടത്. കർണാടകം കാട്ടിലാക്കിയ ആനയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി മിഥുനുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, വനംവകുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് മയക്കുവെടി വയ്ക്കാൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഇനിയും ഒട്ടേറെയുണ്ടല്ലോ. എപ്പോഴേക്ക് സാധിക്കും ഇത്? എന്താണ് കിട്ടുന്ന വിവരങ്ങൾ?
മനുഷ്യ അതായത് നിലവിൽ ഈ ആന തുടരുന്നത് ജനവാസ മേഖലയ്ക്ക് സമീപമാണ്. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുക അല്ലാതെ മറ്റൊരു പോംവഴി വനംവകുപ്പിന് മുന്നിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യം കോടതിയെ സ്വാഭാവികമായും അറിയിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ പരിഭ്രാന്തി പരത്തിയ തണ്ണീർക്കൊമ്പൻ പിന്നീട് ചരിയുന്നത് കണ്ടു. അതിനെതിരെ വലിയ വിമർശനങ്ങൾ കർണാടക വനംവകുപ്പ് ഉൾപ്പെടെയുള്ളവർ ഉയർത്തിക്കാണിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്തരവ് അല്പസമയത്തിനകം തന്നെ ഇറങ്ങുമെന്നാണ് മന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ 1:30 മണിയോട് അടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് ഇറങ്ങിയതിനു ശേഷം ഈ കുങ്കിയാനകളെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവരേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ദൗത്യസംഘം കൂടുതൽ പേർ എത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണ ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ ആ തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെച്ചതിന് ശേഷം ഏകദേശം രാത്രി വൈകിയോട് കൂടിയാണ് ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് ആ തണ്ണീർക്കൊമ്പനെ ഈ ലോറിയിലേക്ക് കയറ്റാൻ സാധിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അതിന് മരണം സംഭവിച്ചത് എന്നുള്ളൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളി തന്നെയാണ്. ഇനി സമയം വൈകും തോറും എങ്ങനെ ആനയെ മയക്കുപിടി വെക്കാൻ സാധിക്കും, അതല്ല എങ്കിൽ മയക്കുപിടി വെച്ചതിന് ശേഷം ആനയെ അവിടെ തന്നെ തളയ്ക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോംവഴി അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ള ഒരു വെല്ലുവിളി വനംവകുപ്പിന് മുന്നിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ ആന ഏതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 30-ന് ഹാസനിൽ വെച്ച് ഈ തണ്ണീർക്കൊമ്പനെ വലിയ രീതിയിൽ പരിഭ്രാന്തി പരത്തിയ തണ്ണീർക്കൊമ്പനൊപ്പം പിടികൂടിയ ഒരു മോഴയാന കൂടിയാണ് ഇതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബേലൂർ മക്ന എന്ന ആനയാണ് ഇതാണ് എന്നാണ് ഇപ്പോൾ കർണാടക വനംവകുപ്പ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി നേരത്തെ ജിൻസ് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നേരത്തെ തന്നെ ഉത്തരമേഖല CCF കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ആനയെ ഇറക്കിവിട്ട മേഖലയിൽ തന്നെ അതിർത്തി മേഖലയിൽ ഇതിൻ്റെ സഞ്ചാരപാതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരള അതിർത്തിയിലേക്ക് കടക്കാനുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരം വനംവകുപ്പിനെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ എന്തുകൊണ്ട് അതിൽ നടപടിയെടുത്തില്ല? നമുക്കറിയാം മനുഷ്യ നമ്മൾ ആ ദൃശ്യങ്ങളിൽ ഈ അജിയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പുള്ള ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ് ആന അജിയെ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ RRT ഉദ്യോഗസ്ഥർ എത്തുന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങൾ ഈ ഒരു കാര്യം പറയുന്നത്. വെളുപ്പിനെ 4 മണിയോടുകൂടി ഇതിൻ്റെ വിവരം ലഭ്യമായിട്ടുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെ ഇക്കാര്യം കൃത്യമായി അറിയിച്ചില്ല, പുറത്തിറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശം എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ളൊരു ആവശ്യമാണ്, അല്ലെങ്കിൽ ആ ഒരു ആരോപണമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാഹചര്യത്തിന് മിഥുൻ, അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ജനങ്ങൾ ചോദിക്കുന്നതിൽ ന്യായമുണ്ട്. കാരണം ഈ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഈ ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതേ സമയത്ത് തന്നെയാണ് ആനയുടെ ആക്രമണവും ഉണ്ടായത്. അപ്പോൾ ഈ നിരീക്ഷണം എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അത് ന്യായവുമാണ്. വനം മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുകയാണ്. VD സതീശന്റെ പ്രതികരണത്തിലേക്ക്. നോക്കുകുത്തിയായി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ വയനാട് ജില്ലയുടെ ചാർജുള്ള ആളാണ് വനം വകുപ്പ് മന്ത്രി. ഈ ആന നേരത്തെ ഇറങ്ങിയതാണ്. അതിനെ ട്രാക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതാണ്. ഡിപ്പാർട്ട്മെന്റിന്റെ പരാജയമാണ്. വനം വകുപ്പ് മന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ ഒരു യോഗ്യത പോലും ഇല്ല. അദ്ദേഹം ഇറങ്ങിപ്പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. രാജിവെക്കണമെന്നാണ്. വന്യജീവി ആക്രമണങ്ങൾ തുടരുന്ന ഈ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാനാകാതെ നോക്കി നിൽക്കുകയാണ് വനം വകുപ്പ്. അപ്പോൾ പിന്നെ അതിന്റെ തലപ്പത്തിരിക്കുന്ന വനം മന്ത്രിക്ക് എങ്ങനെ ഈ പദവിയിൽ തുടരാൻ കഴിയുമെന്ന ന്യായമായ ചോദ്യമാണ്. ഉദ്യോഗസ്ഥർ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നിനും ഒരു ഗുണവും ഉണ്ടാകുന്നില്ല എന്ന് പരിതപിക്കുകയാണ് ഇപ്പോഴും മന്ത്രി ചെയ്യുന്നത്. ഒടുവിൽ മയക്കുവെടി വയ്ക്കുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങളാണ് അടുത്ത മണിക്കൂറിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ വാർത്തയുടെ തുടർ സംഭവങ്ങൾ എന്തായാലും അടുത്ത ബുള്ളറ്റിനുകളിൽ ഉണ്ടാകും. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. SFIO അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് എക്സാലോജിക് ഉടമ വീണ വിജയൻ കഴിഞ്ഞ ദിവസമാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഇന്നലെ ആ ഹർജി കർണാടക ഹൈക്കോടതി പരിഗണിച്ചില്ല. ചില തിരുത്തലുകൾ ഹർജിയിൽ വേണമായിരുന്നു. ആ തിരുത്തലുകൾ എല്ലാം ശരിയാക്കിയതിനു ശേഷം വീണ്ടും ഹർജി ഹൈക്കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച കർണാടക ഹൈക്കോടതി ഹർജി പരിഗണിക്കും. വീണ വിജയന് സമൻസും കിട്ടിയിട്ടുണ്ട് SFIOയിൽ നിന്ന്. വീണയുടെ ഹർജിയിൽ തിങ്കളാഴ്ച വിധി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. വീണയെ കോടതി കനിയുമോ എന്നുള്ള ചോദ്യമാണ്. വീണ വിജയൻ കുടുങ്ങുമോ, വീണയെ കോടതി അനുകൂലമായ ഒരു തീരുമാനം നൽകി ഒരു ആശ്വാസം നൽകുമോ എന്നുള്ള കാര്യമാണ് അറിയുവാനുള്ളത്. രേഖകൾ ഹാജരാക്കുവാനുള്ള സമൻസ് അയച്ചിരിക്കുന്നത് SFIOയാണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് രേഖകൾ ROCക്ക് നൽകിയിരുന്നില്ല വീണ വിജയൻ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് SFIOയുടെ സമൻസ്. അത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമൻസ് അല്ല, മറിച്ച് എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുകളും CMRലുമായുള്ള കരാറിന്റെ വിവരങ്ങളും നൽകുന്നതിന് വേണ്ടിയാണ്, ഇതിന്റെ രേഖകൾ ഹാജരാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു സമൻസ് അയച്ചിരിക്കുന്നത്. എന്താണ് ഈ നീക്കത്തിന്റെ പ്രാധാന്യം എന്നുള്ളതാണ്. എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുകൾ അറിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ
ഈ രേഖ സംബന്ധിച്ചുള്ള കരാർ രേഖകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടണം. ഇതിനു വേണ്ടിയുള്ളതാണ്. അതേപോലെ സേവനം നൽകിയത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യവും SFIOയ്ക്ക് അന്വേഷണത്തിൽ അറിയേണ്ടതുണ്ട്. അതിനാലാണ് എക്സാലോജിക്കിന് സമൻസ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി TG സജിത്ത് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ. സജിത്ത്, വളരെ പ്രാധാന്യമുള്ളതാണല്ലോ എക്സാലോജിക്കിന് SFIO അയച്ചിരിക്കുന്ന സമൻസ്. പക്ഷേ അത് പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയൊരു സമൻസ് എക്സാലോജിക് ഉടമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതും വ്യക്തമാണല്ലോ. പക്ഷേ ഈ ഹൈക്കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം വീണയ്ക്ക് അനുകൂലമായി വന്നാൽ SFI അന്വേഷണത്തിന് പ്രാധാന്യം കുറഞ്ഞു പോവുകയും ചെയ്യും. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലല്ലേ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത്? തീർച്ചയായും. അതായത് തിങ്കളാഴ്ചയാണ് ആ നിർണായക ദിനം. നിർണായക ദിവസം തിങ്കളാഴ്ചയാവുകയാണ്. കാരണം പല അർത്ഥത്തിലും. ഒന്ന്, വീണ വിജയൻ്റെ എക്സാലോജിക്കിൻ്റെ ഹർജി കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുന്നുണ്ട്. കേസ് റദ്ദാക്കണം, കേസെടുക്കാനുള്ള തീരുമാനം റദ്ദാക്കണം. ഒപ്പം കേസെടുക്കാൻ ഹാജരമായി SFIO കണ്ടെത്തിയ രേഖകളടക്കം തങ്ങൾക്ക് കൈമാറണമെന്ന ആവശ്യവും എക്സാലോജിക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിലടക്കം തിങ്കളാഴ്ച കർണാടക ഹൈക്കോടതി വിധി പറയും. മറ്റൊന്നുള്ളത് കേരള ഹൈക്കോടതിയുടെ നീക്കമാണ്. നേരത്തെ തന്നെ ഈ അന്വേഷണത്തിനെതിരെ KSIDC രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യ പരാമർശത്തിൽ തന്നെ ഹൈക്കോടതി എന്തുകൊണ്ടാണ് പരിശോധനയെ പാടില്ല എന്ന നിലപാടെടുത്തിരുന്നു. എന്തിനാണ് അങ്ങനെ നിലപാടെടുക്കുന്നു എന്ന ചോദ്യം KSIDCയോട് ചോദിച്ചിരുന്നു. എന്തായാലും ഈ ഹർജിയിലും തിങ്കളാഴ്ച തീർപ്പുണ്ടാകും. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കുകയും ചെയ്യും. ഇതിനിടയിലാണ് വീണ വിജയൻ ലഭിച്ചിരിക്കുന്ന സമൻസ്. എന്തായാലും ഈ രണ്ട് ഹൈക്കോടതി തീരുമാനങ്ങളും അറിഞ്ഞ ശേഷം തുടർ നീക്കത്തിലേക്ക് കടക്കുകയായിരിക്കും SFIO വിഷയത്തിൽ എടുക്കുന്ന നിലപാട്. അങ്ങനെയെങ്കിൽ ഇത് അങ്ങേറ്റം നിർണായകമാണ്. കാരണം കോടതിയിൽ നിന്നും വീണ വിജയനും എക്സാലോജിക്കിനും എതിരായൊരു നീക്കം ഉണ്ടായാൽ സ്വാഭാവികമായും ഇപ്പോൾ SFIO നടത്തുന്ന അന്വേഷണം അത് കൂടുതൽ ശക്തമായി നീങ്ങും. വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാം, കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെ നിർണായകമായ നീക്കങ്ങളിലേക്കും പരിശോധനകളിലേക്കും SFIO കടക്കുമെന്നതാണ് സാഹചര്യം. അതുകൊണ്ട് തിങ്കളാഴ്ച അങ്ങേറ്റം നിർണായകമാണ്. ശരിയാണ് സജിത്ത്, തിങ്കളാഴ്ച വളരെ നിർണായകമാണ് വീണ വിജയന്. കാരണം SFIOയുടെ അന്വേഷണം റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് വീണ വിജയൻ ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. CPM ഇക്കാര്യത്തിൽ കൂടുതൽ ശക്തമായിട്ട് തന്നെ വീണ വിജയൻ അനുകൂലമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിൽ CPM സെക്രട്ടേറിയറ്റിൻ്റെ ഒരു രേഖ അത് കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. വളരെ അപൂർവമായ ഒരു സംഭവമാണിത്. കാരണം ഒരു നേതാവിൻ്റെ കുടുംബത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണം അത് ന്യായീകരിക്കുന്ന രീതിയിൽ കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത് അപൂർവമാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ ഇത്തരമൊരു കാര്യം കണ്ടിരുന്നില്ല. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എക്സാലോജിക്കിനെ വെള്ളപൂശുന്നതാണ് CPMന്റെ രേഖ. കീഴ്ഘടകങ്ങൾക്കാണ് പാർട്ടി രേഖ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. പാർട്ടി രേഖയിൽ പറയുന്നത് മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാനാണ് നീക്കം നടക്കുന്നത്. സ്വർണ്ണക്കടത്തിൽ ശരിയായ രീതിയിലുള്ള അന്വേഷണം നടന്നിരുന്നില്ല. എക്സാലോജിക് ഇടപാടിനെ വക്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇടപാട് നടത്തിയ കമ്പനിക്ക് പരാതിയില്ല. ഇതൊക്കെയാണ് പാർട്ടി രേഖയിൽ പ്രധാനമായിട്ടും പറയുന്നത്. VV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി. അരുൺ, ഈ പാർട്ടി രേഖ വായിച്ചു നോക്കുമ്പോൾ അതിൽ ഈ മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യുന്നു എന്നുള്ള ഹെഡിലാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ വീണ വിജയന്റെ പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ എക്സാലോജിക് കമ്പനിയുടെ പേര് പറയുന്നുമുണ്ട്. സ്വാഭാവികമായിട്ടും വീണ വിജയനെ ന്യായീകരിക്കുന്ന രീതിയിൽ എന്തൊക്കെയാണ് യഥാർത്ഥ കാര്യങ്ങൾ എന്ന് കീഴ്ഘടകങ്ങളെ വ്യക്തമാക്കി കൊടുക്കുകയാണല്ലോ. വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒന്നല്ലേ CPMൽ ഇത്. അങ്ങനെ കുടുംബങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുടുംബത്തിനെതിരെയുള്ള ആരോപണം വന്നാൽ അത് ന്യായീകരിക്കുന്നത് പാർട്ടിയുടെ ഒരു കീഴ്വഴക്കമല്ലല്ലോ. തീർച്ചയായും അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. നേരത്തെ വീണ വിജയനെതിരെ എക്സാലോജിക് വിഷയത്തിൽ അന്വേഷണം, മാസപ്പടി ആരോപണത്തിൽ അന്വേഷണം വരുമെന്ന് വ്യക്തമായപ്പോൾ തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് ഇറക്കി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു. അന്നും ഇന്നുമൊക്കെ വിശദീകരണം മുഖ്യമന്ത്രി മൈനസ് മകൾ ഒന്നുമല്ല, മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് അത്തരമൊരു നീക്കങ്ങൾ ഉണ്ടാകുന്നത്. അത് മുഖ്യമന്ത്രിയിലേക്കുള്ള വഴിയായി വീണ വിജയൻ ഉപയോഗിക്കുകയാണ്. അതിനെയാണ് പ്രതിരോധിക്കുന്നതാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ന്യായീകരണം. ഇപ്പോൾ ഈ നിയമസഭാ മണ്ഡലം തല ശില്പശാലയിൽ നൽകിയ രേഖയിലാണ് ഇത്തരമൊരു പരാമർശമുള്ളത്. മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നു, കേന്ദ്ര ഏജൻസികളെ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് ഈ വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജിക്
കമ്പനിയുടെ ഇടപാടുകളെ പോലും വക്രീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിൽ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചരണം നടത്തിയത്. ഇത്തരം പ്രവർത്തനം സംസ്ഥാന സർക്കാരിനെ തേജോവധം ചെയ്യുകയും സംസ്ഥാനത്തെ വികസനം തടസ്സപ്പെടുത്തുകയും ചെയ്യാനാണെന്ന വിചിത്രമായ വാദം കൂടി CPM മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയ ഇടപാട് മാത്രമാണെന്ന വാദത്തിനപ്പുറത്തേക്ക് അവർ വളരെ കൃത്യമായി കണക്കുകൾ വച്ച് ചെയ്ത കാര്യമാണ് എന്ന ന്യായീകരണമാണ് CPM നേതൃത്വം നടത്തുന്നത്. ഇത് മേൽത്തട്ടിൽ മാത്രം പറഞ്ഞാൽ പോരാ, നേതാക്കൾ മാത്രം പ്രസംഗിച്ചാൽ പോരാ, താഴെയുള്ള അണികളെ കൂടി ബോധ്യപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള ഈ ശില്പശാലകൾ. പാർട്ടി റിപ്പോർട്ടിംഗാണ് അവിടെ നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി. ഇത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ വരെയുള്ള അവരുടെ ശില്പശാലയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് താഴേക്ക് ഇവിടെ സ്വാഭാവികമായിട്ടും ചോദ്യം ഉയരുന്നത്, ഇപ്പോൾ പാർട്ടി ഒരു നിലപാടെടുത്തപ്പോൾ തന്നെ ഈ ചോദ്യം ഉയർന്നതാണ്. ഇവിടെ കീഴ്ഘടകങ്ങൾക്ക് പാർട്ടി തന്നെ ഒരു നിർദ്ദേശം ഇങ്ങനെ നൽകുമ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകന് അന്ന് കിട്ടാത്ത ഒരു ആനുകൂല്യം അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടുന്നു. ഇത് വലിയ രീതിയിൽ പാർട്ടിയിൽ തന്നെ ചർച്ചയാവില്ലേ? അതിപ്പോൾ തന്നെ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ഈ കീഴ്ഘടകങ്ങളിലേക്ക് ഇങ്ങനെ റിപ്പോർട്ടിംഗ് വരുമ്പോൾ ഈ ചർച്ച കൂടുതൽ ശക്തമാവുകയില്ലേ പാർട്ടിയിൽ? തീർച്ചയായും കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്ക് രണ്ട് മക്കൾക്കെതിരെ പല ഘട്ടങ്ങളിലെ ആരോപണം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് അവസാനം ബിനീഷ് കോടിയേരി കേസിൽപ്പെടുമ്പോൾ അന്ന് CPMന്റെ സംസ്ഥാന നേതൃത്വം, അന്ന് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം കേസ് ബിനീഷ് നേരിടും, അതിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് ചെയ്തത്. പക്ഷേ അങ്ങനെയല്ല വീണ വിജയന്റെ വിഷയം വന്ന് അപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. പിന്നീട് അടിക്കടി CPMന്റെ നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ വീണ വിജയനെ പൂർണ്ണമായും ന്യായീകരിക്കുന്നു. ആ എക്സാലോജിക് കമ്പനിയുടെ ഇടപാടുകൾ യാതൊരുവിധ പിഴവും ഉണ്ടായിട്ടില്ല, കൃത്യമായ ഒരു കാര്യങ്ങൾ ചെയ്തു. രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള വഴിയായി വീണ വിജയൻ ഉപയോഗിക്കുന്ന പ്രതിരോധ തന്ത്രമാണ് തീർക്കുന്നത്. സ്വാഭാവികമായും അണികൾക്കിടയിൽ ഇത് വലിയ അമർഷമുണ്ട്, ആശങ്കയുണ്ട്, അവ്യക്തതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അവ്യക്തത മാറ്റാൻ നേതൃത്വം ഇത്തരമൊരു നിലപാട് അറിയിക്കുന്നത്. മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടാണ് കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് നീങ്ങുന്നത്. അതിലൊരു ഉപകരണമായി മുഖ്യമന്ത്രിയുടെ മകളെ മാറ്റുകയാണ്. അതിനെ പ്രതിരോധിക്കേണ്ടത് പാർട്ടിയുടെ മൊത്തം ചുമതലയെന്ന് വരുത്തി തീർക്കാനാണ് CPMന്റെ ഇപ്പോഴത്തെ ശ്രമം. ശരി അരുൺ, എന്തായാലും വലിയ ചർച്ചയാകാവുന്ന ഒന്നാണ് പാർട്ടിയിലെ കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശം. മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യുക എന്നത് മാത്രമാണ് എക്സാലോജിക്കിനും മുഖ്യമന്ത്രിയുടെ മകൾക്കും എതിരെ നടക്കുന്ന അന്വേഷണം എന്നാണ് പാർട്ടി രേഖയിൽ പറയുന്നത്. ഇത് കീഴ്ഘടകങ്ങളിൽ സർക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇടതുമുന്നണിയിൽ തർക്കത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവരും, അവരുടെ ക്യാമ്പസുകൾ തുടങ്ങാൻ അനുവാദം കൊടുക്കും എന്നുള്ള ബജറ്റിലെ നിർദ്ദേശം. ഇതിനകം തന്നെ വലിയ വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇതിനോട് യോജിക്കാത്ത രീതിയിലുള്ള പരാമർശമായിരുന്നു നടത്തിയത്. പക്ഷേ ബജറ്റിലെ നിർദ്ദേശത്തെ അനുകൂലിക്കുകയായിരുന്നു ധനമന്ത്രി ചെയ്തിരുന്നത്. LDF കൺവീനറും ഇപ്പോൾ ഇതേ കാര്യം തന്നെ പറയുകയാണ്. ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ഇക്കാര്യത്തെ ന്യായീകരിച്ചിരിക്കുകയാണ്. തടയാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്നുള്ള ന്യായീകരണമാണ് അദ്ദേഹം പറയുന്നത്. അതായത് UGC മാനദണ്ഡം അനുസരിക്കേണ്ടി വരും, പക്ഷേ സുതാര്യമായി തന്നെ നടപ്പാക്കുമെന്ന് EP ജയരാജൻ പറയുകയാണ്. അതായത് ബജറ്റിൽ ഒരു തിരുത്തൽ ഉണ്ടാവുകയില്ല എന്നാണ് EP ജയരാജന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല UGCയുടെ പല മാനദണ്ഡങ്ങൾക്കെതിരെയും സമരം നടത്തുന്ന SFIയെയാണ് കാണാൻ കഴിയുന്നത്. ആ സമയത്ത് തന്നെയാണ് UGCയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കേണ്ടി വരും സംസ്ഥാനത്തിന് എന്നുള്ള കാര്യം വിദേശ സർവകലാശാല ക്യാമ്പസുകൾ കേരളത്തിൽ തുടങ്ങുവാനുള്ള ബജറ്റ് നിർദ്ദേശത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി LDF കൺവീനർ തന്നെ പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സമൻസ് അയക്കുന്ന മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങൾ പത്രം വായിച്ച പോലെ ഞാനും പത്രം വായിച്ചു. നിലപാട് നിങ്ങൾ പത്രത്തിൽ കണ്ടതുപോലെ ഞാൻ വായിക്കും, അത്രേ എനിക്കറിയാം. കേന്ദ്രം അന്വേഷണം കടുപ്പിക്കാൻ ഞാൻ വൈകുന്നേരം വരുന്നുണ്ട്, നിങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ വിശദമായിട്ട് ഇത് അദ്ദേഹം എക്സാലോജിക് ഇടപാടിനെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ നൽകിയ മറുപടിയാണ്. എന്തായാലും LDF കൺവീനർ വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുന്നതിനെ ന്യായീകരിക്കുകയാണ്. അതേസമയം തന്നെ CPIക്ക് ഇക്കാര്യത്തിൽ അമർഷമുണ്ട്. ബജറ്റിൽ മാറ്റം വേണ്ടെന്ന് EP ജയരാജൻ പറയുമ്പോൾ CPI ഇക്കാര്യത്തിൽ തിരുത്തൽ വേണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മുന്നണിയിൽ ഈ വിഷയം തർക്കത്തിനിട നൽകുകയാണ്. CPIയുടെ എതിർപ്പിന് കാരണം എന്ന് പറയുന്നത് വിദേശ സർവകലാശാലകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ള കാര്യമാണ് പാർട്ടിയുടെ നയം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നയം എങ്ങനെയാണ് തിരുത്താൻ കഴിയുന്നത്? അത് കൂടിയാലോചനകൾ ഇല്ലാതെ തിരുത്തുവാൻ കഴിയുകയില്ല. ബജറ്റിൽ ഇങ്ങനെയൊരു നിർദ്ദേശം വരുന്നതിന് മുൻപ് ഇടതുമുന്നണിയിൽ കൂടിയാലോചന നടത്തിയിട്ടില്ല എന്ന കാര്യവും CPI പറയുകയാണ്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് ഇങ്ങനെയൊരു കാര്യം ഉയർന്നു വന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി VV വിനോദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്.
വിനോദ്, ഇപ്പോൾ ഇത് വിമർശനമുണ്ടായിരുന്നുവെങ്കിലും മുന്നണിയിൽ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണല്ലോ. CPI ഒരു കടുംപിടുത്തത്തിന് തയ്യാറാകുമോ? CPMന്റെയും CPIയുടെയും നയം ഇക്കാര്യത്തിൽ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. വിദേശ സർവകലാശാലകൾ വന്നാൽ അത് ഈ അക്കാഡമിക് രംഗത്ത് അതൊരു വേർതിരിവിന് ഇടയാക്കും, ഫീസ് ഘടന മാറും, തോന്നിയ പോലെയുള്ള നിയമനങ്ങൾ നടക്കും. ഇതൊക്കെ പറയുന്നതാണല്ലോ രണ്ട് പാർട്ടികളും. പക്ഷേ ഇപ്പോൾ CPM ന്യായീകരിക്കുമ്പോൾ CPI എതിർപ്പ് പ്രകടമാക്കുകയാണല്ലോ. മഞ്ജുഷ്, സ്വകാര്യ വിദേശ സർവകലാശാലകളുടെ കാര്യം മുന്നണിയിൽ തന്നെ ഒരു കീറാമുട്ടിയായി മാറുകയാണ്. കാരണം ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ മുതൽ ഇപ്പോഴത്തെ ധനമന്ത്രി KN ബാലഗോപാൽ, അദ്ദേഹം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാന രംഗത്ത് നിന്ന് വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മുൻ നിലപാടുകൾ ഉൾപ്പെടെ ഉയർത്തിയാണ് പാർട്ടിയിലും മുന്നണിയിലും എതിർപ്പ് ഉയർന്നു വരുന്നത്. പല കോണുകളിൽ നിന്ന് ഇക്കാര്യത്തിൽ എതിർപ്പ് നേരിടേണ്ട നിലയിലാണ് ധനമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പിന്തുണയോടുകൂടി ബജറ്റ് പ്രസംഗത്തിൽ ഇക്കാര്യം ഉൾക്കൊള്ളിച്ചു എന്ന് തന്നെയാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇതിനെ പിന്തുണയ്ക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ രണ്ട് ചേരിയായി പ്രത്യക്ഷത്തിലല്ലെങ്കിലും മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ വലിയ വിമർശനം വരുന്നത് നേരത്തെ എതിർത്ത കാര്യത്തെ പരവതാനി വിരിച്ച് കൊണ്ടുവരുന്നു, അവിടെ ചർച്ച ഉണ്ടായില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 3 കേന്ദ്രങ്ങളിൽ നിന്ന് എതിർപ്പ് വരുന്നതാണ് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാകുന്നത്. അതായത് CPIയുടെ എതിർപ്പ് പ്രത്യക്ഷമായി വരുന്നു, SFIയുടെ എതിർപ്പ് പ്രത്യക്ഷമായി വരുന്നു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ആ വകുപ്പുമായി ബന്ധപ്പെട്ട് എതിർപ്പുണ്ട്. അതിൻ്റെ ചില അസ്വാരസ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നത്. തീരുമാനം ഇങ്ങനെ ഒരു ബജറ്റ് പ്രസംഗത്തിൽ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ചർച്ച ചെയ്തിരുന്നില്ല എന്ന ഒരു നീരസമാണുള്ളത്. അതായത് മന്ത്രി പോലും അറിയാതെ ഇത്തരമൊരു നിലപാടിലേക്ക് ധനമന്ത്രി പോകുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടിയാണെന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അവിടെയാണ് ഇപ്പോൾ CPM നേതൃത്വം കടിഞ്ഞാണിടുന്നത്. ഇത്തരത്തിലുള്ള ചർച്ചകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയിട്ടുണ്ട്. വിവാദങ്ങളിലേക്ക് പോകരുത് എന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ മുഖ്യമന്ത്രി തിരുത്തിയതുകൂടി നമ്മൾ പ്രത്യേകം എടുത്തു കാണേണ്ടതുണ്ട്. വിദേശ സർവകലാശാലകളിലേക്ക് ഇവിടുന്ന് കുട്ടികൾ പോകുമ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അങ്ങനെ ഇല്ല എന്ന കാര്യം മുഖ്യമന്ത്രി പറയുകയും കുട്ടികൾക്ക് എവിടെ വേണമെങ്കിലും പോയി പഠിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയുകയും ചെയ്തു. പക്ഷേ പ്ലാൻ B, ഈ ധനകാര്യവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നിലയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഞെരുക്കുന്ന നിലയുണ്ടായാൽ പ്ലാൻ B ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ രംഗത്തും ഒരു പ്ലാൻ B വന്നിരിക്കുന്നുവെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ നിന്ന് കുട്ടികൾ അങ്ങോട്ട് പോകുന്ന സാഹചര്യം ഒഴിവാക്കി അവിടെ നിന്ന് സർവകലാശാലകളെ ഇവിടേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്ക് ഒരു പ്ലാൻ Bയിലേക്ക് സംസ്ഥാനം പോകുമ്പോൾ മുന്നണിക്കകത്തു നിന്ന് വലിയ തോതിൽ എതിർപ്പ് ഉയർന്നു വരുന്നു. അവിടെയാണ് EP ജയരാജൻ്റെ വാക്കുകൾ കൂടുതൽ ശ്രദ്ധേയമാകുന്നതും. സംസ്ഥാനം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള സർവകലാശാലകൾ വരിക തന്നെ ചെയ്യും. കാരണം കേന്ദ്രമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. UGCയുടെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് CPM ഉന്നത നേതൃത്വം ഇതിൽ കൈ കഴുകുന്നു. പക്ഷേ അങ്ങനെ വളരെ എളുപ്പത്തിൽ കൈ കഴുകി മാറാൻ കഴിയുന്നൊരു കാര്യമാണോ ഇതുവരെ എടുത്ത നിലപാടുകൾ? ആ നിലപാട് എവിടെ തിരുത്തിയെന്ന് പോലും പറയാതെയാണ് CPM ഇത്തരമൊരു തീരുമാനവുമായി പോകുന്നത്. വിനോദ്, ഏതായാലും പാർട്ടി PBയുടെ നിലപാട് ഇതായിരുന്നില്ല. UGC മാനദണ്ഡങ്ങളെ ശക്തമായിട്ട് എതിർക്കുന്ന പാർട്ടിയാണ് CPM. എന്തായാലും CPI ഇക്കാര്യത്തിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. വിദേശ സർവകലാശാലകൾ വേണ്ട എന്നുള്ള കാര്യത്തിൽ CPI തങ്ങളുടെ പഴയ നിലപാട് ആവർത്തിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം. പകൽ വാർത്ത തുടരുകയാണ്. വയനാട് മാനന്തവാടിയിൽ ഇന്ന് ഭീതി പരത്തിയ ആന ബേലൂർ മഗ്ന, ഒരാളെ കൊലപ്പെടുത്തിയ ആന നാട്ടിലേക്ക് വന്ന വഴിയും കഴിഞ്ഞ ദിവസം തണ്ണീർക്കൊമ്പൻ എന്ന ആന നാട്ടിലിറങ്ങിയ വഴിയും ഒരേപോലെ തന്നെയാണ്. ഈ 2 ആനകളെയും കർണാടക വനംവകുപ്പ് പിടികൂടിയതായിരുന്നു. മുമ്പ് കർണാടക പിടികൂടിയ ദൃശ്യങ്ങൾ തണ്ണീർക്കൊമ്പിന്റെ കാര്യത്തിൽ കിട്ടിയതാണ്. അതുപോലെ തന്നെ ബേലൂർ മഗ്നയെ പിടികൂടിയ ദൃശ്യങ്ങളും കിട്ടുന്നുണ്ട്. നവംബർ 30 ഹാസനിൽ നിന്ന് തന്നെയാണ് ബേലൂർ മഗ്നയെ പിടികൂടിയത്. ആനയെ പിടികൂടിയ ദൃശ്യങ്ങൾ കാണാം.
കർണാടക വനം വകുപ്പ് നവംബർ 30-നാണ് ബേലൂർ മഗ്നയെ പിടികൂടിയത്. ഹാസനിൽ നിന്നായിരുന്നു പിടികൂടിയത്. കുങ്കിയാനകളുടെ സഹായത്തോടു കൂടിയാണ് അന്ന് ബേലൂർ മഗ്നയെ പിടികൂടിയത്. എന്നിട്ട് ബന്ദിപ്പൂരിൽ കാട്ടിലേക്ക് കൊണ്ടുവിടുകയായിരുന്നു. അവിടെ നിന്നാണ് മാനന്തവാടിയിലേക്ക് ആന വരികയും ഇന്ന് രാവിലെ അജി എന്നയാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതും. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഏതാണ്ട് ഈ തണ്ണീർക്കൊമ്പൻ വന്ന അതേ വഴികളിലൂടെ തന്നെയാണല്ലോ ബേലൂർ മഗ്നയും മാനന്തവാടിയിൽ നാട്ടിലിറങ്ങുകയും ഇപ്പോൾ ഒരാളെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ ബേലൂർ മഗ്നയെ അന്ന് കൂട്ടിലാക്കിയത് അതിന് കാരണം എന്തായിരുന്നു? അവിടെ വലിയ നാശനഷ്ടമുണ്ടാക്കിയ ആനയായിരുന്നോ ഈ ബേലൂർ മഗ്ന? മഞ്ജുശ്രീ, അതായത് ഈ തണ്ണീർക്കൊമ്പനൊപ്പം ബേലൂർ മഗ്നയും വന്ന വനംവകുപ്പ് പിടികൂടിയിരുന്നു. അതായത് കാപ്പിത്തോട്ടങ്ങളിലും സമീപ പ്രദേശങ്ങളിലുള്ള മറ്റ് കൃഷിയിടങ്ങളിലുമൊക്കെ തന്നെ വ്യാപക കൃഷിനാശം സംഭവിക്കുകയും ചെയ്തിരുന്നു. വലിയ രീതിയിൽ ശല്യക്കാരനായിരുന്നു ഈ രണ്ടാനകളും. അതേ തുടർന്നായിരുന്നു വലിയ രീതിയിൽ കർഷകരുടെ ഒരു ആവശ്യപ്രകാരം കർണാടക വനംവകുപ്പ് ഈ രണ്ടാനകളെയും പിടികൂടാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. ബേലൂരിൽ വെച്ചാണ് ഈ ആനയെ പിടികൂടിയത് കൊണ്ടാണ് ബേലൂർ മഗ്ന എന്ന പേര് ഈ ആനയ്ക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത്. മഗ്ന എന്നാൽ മോഴ എന്നാണ് മലയാളത്തിൽ അർത്ഥം വെക്കുന്നത്. മോഴയാണയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ബേലൂർ മഗ്ന. നമുക്കറിയാം മുൻകാലങ്ങളിൽ വയനാട്ടിൽ നിന്ന് പിടികൂടിയിട്ടുള്ള PM2 പോലെയുള്ള ആ പേര്, അതായത് പന്തല്ലൂർ മഗ്ന എന്നായിരുന്നു അതിൻ്റെ പേര്. എങ്കിൽ ഇതിന് ബേലൂർ വെച്ച് പിടികൂടിയത് കൊണ്ടാണ് ബേലൂർ മഗ്ന എന്ന പേര് നൽകുകയും ചെയ്തത്. ഈ തണ്ണീർക്കൊമ്പനെ പിടികൂടിയ ആ പ്രദേശത്തിന് സമീപം വെച്ച് തന്നെയാണ് ഈ ബേലൂർ മഗ്നയും പിടികൂടുകയും ചെയ്തത്. വലിയ ശല്യക്കാരനായിരുന്നു. കാപ്പിത്തോട്ടങ്ങളിലും ഒപ്പം തന്നെ മറ്റ് കൃഷിയിടങ്ങളിലും ഒക്കെ തന്നെ വലിയ രീതിയിൽ പൊതുവായ ശല്യമായിരുന്നു. തുടർന്ന് കർഷകർ നിരന്തരം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കർണാടക സർക്കാർ ഇതിനെ പിടികൂടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നത്. അതിനുശേഷം അതിനെ തുടർന്ന് പിടികൂടിയതിനു ശേഷം ഈ കേരള അതിർത്തിയിലേക്ക് ആ ഭാഗത്തേക്ക് തുറന്നു വിടുകയായിരിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ഈ രണ്ട് ആനകളെയും റേഡിയോ കോളർ ഘടിപ്പിച്ചതിന് ശേഷമായിരുന്നു തുറന്നു വിടുകയും ചെയ്ത്. നിരന്തരം നിരീക്ഷണം കർണാടക വനം വകുപ്പിനായിരുന്നു എങ്കിൽ പോലും തന്നെ വനാതിർത്തി വിട്ടു പോകുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അറിയിക്കേണ്ട ഒരു ചുമതല കർണാടക സർക്കാരിനുണ്ട്. അത് കൃത്യമായി അറിയിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കേരള വനം വകുപ്പ് പറയുന്നത് 4 ദിവസം മുമ്പ് ഇത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നാണ് കേരള വനം വകുപ്പ് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം നമുക്കിനി അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷേ 4 ദിവസം മുമ്പ് ഉത്തരമേഖല CCF K. ദീപ പറഞ്ഞതനുസരിച്ച് 4 ദിവസം മുമ്പ് കൃത്യമായ വിവരം നൽകിയിരുന്നു. ഏകദേശം കേരള അതിർത്തിയോട് കൂടി, അതായത് ഈ തണ്ണീർക്കൊമ്പൻ കടന്നു വന്ന ആ മേഖലയിൽ ആന തമ്പടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ, അത്തരത്തിലുള്ളൊരു കാര്യം അന്ന് ഈ CCF വ്യക്തമാക്കുകയും ചെയ്തതാണ്. മാധ്യമപ്രവർത്തകർ വ്യക്തമാക്കുകയും ചെയ്തതാണ്. ഇക്കാര്യം വനം വകുപ്പിനെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്നും K. ദേവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് കൃത്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അവിടുത്തെ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഏകദേശം 3 കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തണ്ണീർക്കൊമ്പനെയും ഒപ്പം തന്നെ ഈ ബേലൂർ മഗ്നയെയും പിടികൂടുന്നത്. അതിനുശേഷം വലിയ പരിശ്രമത്തോട് ഒടുവിലായിരുന്നു ഈ ആനകളെ രണ്ടുപേരെയും വനാതിർത്തിയിലേക്ക് തുറന്നുവിടുകയും ചെയ്ത്. പിന്നീട് വനാതിർത്തി കടന്ന് ഒരുപക്ഷെ കേരള അതിർത്തിയിലേക്കോ അല്ലെങ്കിൽ തമിഴ്നാട് അതിർത്തിയിലേക്കോ ഈ ആനകൾ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റേഡിയോ കോളർ പിടിപ്പിക്കുകയും അതിൻ്റെ സിഗ്നൽ സംവിധാനം കൃത്യമായി പരിശോധിക്കുന്ന ഒരു ചുമതല കർണാടക വനം വകുപ്പിന് തന്നെ നൽകുകയും ചെയ്തു. അത് കൃത്യമായി അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും വലിയ തർക്കമായി മാറിയിരിക്കുകയാണ്. തണ്ണീർക്കൊമ്പനെ പിടിച്ച അതേ സമയത്ത് തന്നെയാണ് ബേലൂർ മഗ്നയെയും പിടികൂടിയത്. അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു മറ്റൊരു ആനയെ കൂടി പിടികൂടി തുറന്നുവിട്ടിട്ടുണ്ട് വനത്തിലേക്ക് എന്ന്. പക്ഷേ എന്നാലും തണ്ണീർക്കൊമ്പൻ വന്ന സമയത്തും ഈ ആന ബേലൂർ മഗ്ന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരിക്കാം. ഇപ്പോഴും വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഈ ആക്രമണം നടത്തുമ്പോഴും വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു. പക്ഷേ സിഗ്നൽ കിട്ടുന്നതിൽ കർണാടക വനംവകുപ്പ് സഹായിച്ചില്ല എന്നാണ് കേരള വനംവകുപ്പ് ഇപ്പോൾ ആരോപിക്കുന്നത്. ഇങ്ങനെയൊരു
മരണം സംഭവിച്ചതിന് ശേഷമാണ് കേരള വനംവകുപ്പ് ഇങ്ങനെയൊരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ അതിനുള്ള മറുപടി കർണാടക വനംവകുപ്പാണ് നൽകേണ്ടത്. എന്തായാലും അതിക്രൂരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് വയനാട്ടിൽ. ബേലൂർ മഗ്ന എന്ന ഈ ആനയാണ് ഇങ്ങനെയൊരു അക്രമം നടത്തിയത്. ബേലൂർ മഗ്നയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. തണ്ണീർക്കൊമ്പനെ പിടികൂടി അതേ സമയത്ത് തന്നെയാണ് ബേലൂർ മഗ്നയെയും കർണാടക വനംവകുപ്പ് പിടികൂടി കാട്ടിലേക്ക് തുറന്നുവിട്ടത്. നേരത്തെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുടെ തുടർച്ചയാണ് ഇനി. ഇതറിയേണ്ടത് ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യമന്ത്രിക്ക് പരാതി കിട്ടിയിട്ടും അന്വേഷിച്ചോ ഇല്ലയോ, ഇക്കാര്യമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കേണ്ടത്. അത് വ്യക്തമാക്കുകയും ചെയ്യണം. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ മരണങ്ങൾ തുടർക്കഥയാവുകയാണോ എന്നുള്ള സംശയമാണ് ഉന്നയിക്കുവാനുള്ളത്. നേരത്തെ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയ്ക്കിടെ അനസ്തേഷ്യയിലുണ്ടായ പിഴവ് കാരണം ഒരു സ്ത്രീ മരിച്ചിരുന്നു. അതിന് പിന്നാലെ ഒരു സ്ത്രീ ഗുരുതരാവസ്ഥയിലും എത്തിയിരുന്നു. ഇപ്പോൾ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ ഒരു സ്ത്രീ മരിച്ചു. ഇക്കാര്യം 4 മാസം മുൻപാണ് സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സംശയം കുടുംബം ഉന്നയിച്ചിരിക്കുകയാണ്. രജിത എന്ന സ്ത്രീയാണ് മരിച്ചതെന്ന് ആരോപണവുമായി ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, അനസ്തേഷ്യയിലെ പിഴവാണ് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നത്. ബന്ധുക്കളുടെ പ്രതികരണം ആദ്യം കേൾക്കാം. ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടയിൽ ഉണ്ടാകുന്ന സങ്കീർണതകളും ഒപ്പം തന്നെ ഹൃദയ സംബന്ധമായ തകരാറുകളെയും സംബന്ധിച്ച് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് 4 മാസം മുമ്പ് ആശുപത്രിയിൽ പ്രസവ ചികിത്സക്കായി എത്തുകയും പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ മരണപ്പെടുകയും ചെയ്ത രജിതയുടെ കുടുംബമാണുള്ളത്. രജിതയുടെ കുഞ്ഞുങ്ങൾ, അതായത് 2 മക്കളുടെ അമ്മയാണ് ആ ഒരു ശസ്ത്രക്രിയക്കിടയിൽ ഹൃദയ സംബന്ധമായ പ്രശ്നത്തെ തുടർന്ന് മരണപ്പെട്ടത്. എന്തായാലും ആ 2 കുഞ്ഞുങ്ങൾക്ക്, നമ്മൾ ആശയുടെ 2 കുഞ്ഞുങ്ങളെ കണ്ടു, അവരോടൊപ്പം തന്നെ ഈ 2 കുഞ്ഞുങ്ങൾക്കും അമ്മ ഇല്ലാതായി എന്നുള്ളതാണ് ആ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം. ഇവിടെയും കുടുംബം പറയുന്നത് സമാനമായ സാഹചര്യം തന്നെയാണ്. അതായത് ആദ്യത്തേത് സിസേറിയൻ ആയിരുന്നു. രണ്ടാമത്തെ കേസും, ആദ്യത്തെ കേസിൽ ഒരു കോംപ്ലിക്കേഷനും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കേസിലേക്ക് എത്തുമ്പോഴും അന്നും അതുവരെ, അതായത് ആ സിസേറിയന് കയറ്റം വരെ യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്ന ഒരു പേഷ്യന്റ് അല്ല. എല്ലാം നോർമൽ ആയിരുന്നു. പക്ഷേ അനസ്തീഷ്യയ്ക്ക് ശേഷം ഗുരുതരമായ പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ശസ്ത്രക്രിയക്കിടയിൽ തന്നെ ഹൃദയ സംബന്ധമായ തകരാറുണ്ടായി. പിന്നീട് ഗുരുതരാവസ്ഥയിലേക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് രജിതയെ എത്തിക്കുകയായിരുന്നു. എന്തായാലും കുടുംബം നമ്മളോടൊപ്പമുണ്ട്, ഭർത്താവ് നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് ചോദിക്കാം. 18-ാം തീയതിയാണ്, സെപ്റ്റംബർ 12-ാം തീയതിയാണ് വേദനയോട് കൂടിയാണ് അവിടെ കൊണ്ടുവരുന്നത്. ബ്ലീഡിങ് ഉണ്ടായിരിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്ത്, അത് 18-ാം തീയതിയും കൊടുത്ത്, 19-ാം തീയതിയും കൊടുത്ത്, 21-ാം തീയതി ഓപ്പറേഷൻ 8 ഓപ്പറേഷൻ കയറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ നേഴ്സുമാരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് അവിടെ ECG മെഷീന് ഇത് ഓക്സിജൻ ആയിട്ട് വരുന്നതാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് കൊച്ചിനെ എടുത്തെന്ന് പറഞ്ഞു. കൊച്ചിന് ജനന സമയം. പിന്നെ നമുക്ക് അവിടെ സ്ഥിതി ഗുരുതരമാണ്, നമുക്ക് വണ്ണത്തോട് കൊണ്ടുപോകണം. അതിദയനീയമായ ഒരു സംഭവമാണ് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ. വീണ്ടും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അനസ്തേഷ്യയിലെ പിഴവാണ് ഇവിടെയും ബന്ധുക്കൾ പറയുന്നത്. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി. ശരണ്യ, ഇത് എന്താണ് സംഭവിക്കുന്നത് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ? ഇപ്പോൾ മരണം 2, ഒരു സ്ത്രീ ഗുരുതര അവസ്ഥയിൽ. ഇവിടെ ആരോഗ്യമന്ത്രിക്ക് ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയതാണെന്ന് കുടുംബം പറയുന്നില്ലേ? എന്നിട്ട് എന്തുണ്ടായി? മഞ്ജുഷ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ആലപ്പുഴയിലെ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ഏറ്റവും മികച്ച രീതിയിൽ നടന്നു പോയിരുന്ന ഒരു ആശുപത്രിയുടെ സാഹചര്യമാണ് ഇപ്പോഴത്തേത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് രജിത എന്ന മണ്ണഞ്ചേരി സ്വദേശിനിയുടെ മരണത്തെ സംബന്ധിച്ച് ഭർത്താവിന്റെ പ്രതികരണമായിരുന്നു. രജിതയും സമാനമായ രീതിയിൽ 4 മാസം മുമ്പ് ചികിത്സ തേടിയതാണ് ആലപ്പുഴ WNC ആശുപത്രിയിൽ. തുടർന്ന് അവിടെ വെച്ച് പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ ഗുരുതരമായ ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ടാവുകയും ഹൃദയാഘാതം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് ആശയുടെയും രജിതയുടെയും അഞ്ജലിയുടെയും സമാനമായ കേസുകളാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 മാസത്തിനിടയിൽ 2 മരണവും ഒരാൾ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രജിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് PP ചിത്തരഞ്ജൻ MLA തന്നെയാണ് ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകുകയും കുടുംബം പരാതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ
4 മാസം കാലമായി ആ വിഷയത്തിനകത്ത് യാതൊരുവിധ അന്വേഷണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിനിടയിൽ തന്നെ ആശയുടെ മരണം സംഭവിച്ചതോടെ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാവുമെങ്കിൽ പോലും ആശയുടെ കേസ് മാത്രം പരിഗണിച്ചാണ് ഇപ്പോഴും അന്വേഷണം പോകുന്നത്. മറ്റ് 2 കേസുകൾ പരിഗണിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. അത്തരത്തിൽ ഈ 3 കേസുകളും ഒരുമിച്ച് പരിഗണിച്ച് പരിശോധിച്ചാൽ മാത്രമേ ഈ വിഷയത്തിനകത്ത് ആശുപത്രിക്കകത്ത് എന്താണ് നടക്കുന്നതെന്നുള്ള വിവരം പുറത്തു വരികയുള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്ത പിന്തുടരുന്നതിന്റെ ഭാഗമായി ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ മരിച്ച ആശയുടെ കുടുംബത്തിന്റെ കയ്യിൽ നിന്നും ഗുരുതരാവസ്ഥയിലായ അഞ്ജലിയുടെ കുടുംബത്തിന്റെ കയ്യിൽ നിന്നും ഡോക്ടർമാർ, അതായത് അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ സുനുജ് കൈക്കൂലി വാങ്ങി എന്നുള്ള ഗുരുതരമായ ആരോപണവും ആ കുടുംബം ഉന്നയിച്ചിരുന്നു. അതിനുശേഷവും ആരോഗ്യവകുപ്പ് മൗനം പാലിക്കുകയാണ്. എന്തായാലും ജില്ലാ കളക്ടറാണ് ആശുപത്രി വികസന സമിതിയുടെ ചെയർമാൻ. അദ്ദേഹം ഉൾപ്പെടെ ഈ വിഷയത്തിനകത്ത് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ശരി ശരണി, എന്തായാലും ഇക്കാര്യത്തിൽ പ്രതികരിച്ചേ തീരൂ ഇക്കാര്യത്തിൽ. കാരണം ഇങ്ങനെ ഒരു അനാസ്ഥ ഉണ്ടായിട്ട് ആരോഗ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ട് ഒരന്വേഷണവും നടക്കുന്നില്ല എന്ന് പറയുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുകയില്ല. നല്ല രീതിയിൽ നടക്കുന്ന ഒരു ആശുപത്രിയാണിത്. അവിടെ അനസ്തേഷ്യയിൽ ഇങ്ങനെ ഒരു പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ചേ തീരൂ. ഇന്ന് പാർലമെന്റിൽ ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ്. ഇന്ന് ലോക്സഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കും. 5 മണിയോടുകൂടി പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിക്കും. ഭാരതരത്ന ചൗധരി ചരൺ സിംഗിന് നൽകിയ തീരുമാനത്തെ RLD നേതാവ് ജയന്ത് ചൗധരി പ്രശംസിച്ചു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ RV രാഗേഷ് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, എന്തായാലും ഇന്ന് പാർലമെന്റ് സമ്മേളനം അവസാനിക്കുകയാണല്ലോ. പക്ഷേ അതിനിടെ ഈ പ്രാൺ പ്രതിഷ്ഠ ചർച്ചയാക്കുന്നു പാർലമെന്റിൽ. അത് പ്രതിപക്ഷം ഏത് രീതിയിലാണ് എതിർക്കുന്നത്? ഒരു വാർത്തയുണ്ടായിരുന്നു, മുസ്ലിം ലീഗ് ലോക്സഭ ബഹിഷ്കരിച്ചിരിക്കുകയാണെന്ന്. പൊടുന്നനെയാണോ ഇങ്ങനെയൊരു തീരുമാനം വന്നത്? പ്രാൺ പ്രതിഷ്ഠ ചർച്ച ഉണ്ടാവുമെന്ന്. മഞ്ജുഷ, 17ാം ലോക്സഭയുടെ അവസാന ദിനമാണ് ഇന്ന്. പക്ഷേ ഇന്നലെ അവസാനിക്കേണ്ട സമ്മേളനമായിരുന്നു. എന്നാൽ 2 വിഷയങ്ങൾ സർക്കാർ കൊണ്ടുവരികയായിരുന്നു. അതിലൊന്ന് ധവളപത്രം, UPA സർക്കാരിൻ്റെ 10 വർഷക്കാലത്തെ ധവളപത്രം. മറ്റൊന്ന് ഇപ്പോൾ ഏതായാലും അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠ. ആ പ്രാൺ പ്രതിഷ്ഠ BJP വലിയ ചർച്ചയാക്കുകയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായി പാർലമെന്റിലും ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. ഏതായാലും 11 മണിക്ക് ലോക്സഭയിൽ ഈ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ സത്യപാൽ സിംഗ് ആണ് ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. വലിയ വിമർശനം കോൺഗ്രസിനെതിരെ സത്യപാൽ സിംഗ് ഉന്നയിക്കുകയും ചെയ്തു. അതായത് രാമനെ അവഗണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നിലയിലേക്ക് കോൺഗ്രസ് എത്തിയതടക്കമുള്ള വിമർശനങ്ങളാണ് സത്യപാൽ സിംഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്നാൽ കോൺഗ്രസ് അംഗങ്ങൾ, പ്രത്യേകിച്ച് ഗൗരവ് ഗൊഗോയ് അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കിയത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിച്ചത്. അതിനെ കോൺഗ്രസ് അനുകൂലിച്ചതാണ്. മാത്രവുമല്ല, രാമക്ഷേത്രത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന പ്രതികരണവും പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏതായാലും ലോക്സഭയിൽ ചർച്ച നടക്കുന്നു. 5 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭയിൽ സംസാരിക്കും. രാജ്യസഭയിൽ രാവിലെ ചർച്ച ധവളപത്രത്തിന്മേലുള്ള ചർച്ചയാണ് നടന്നിരുന്നത്. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ വലിയ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ചു. പ്രത്യേകിച്ച് നോട്ട് നിരോധനം അടക്കമുള്ള വിഷയങ്ങൾ, ആ കാലത്ത് നേരിട്ട പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളൊന്നും തന്നെ ഈ ധവളപത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്ന വിമർശനം KC വേണുഗോപാൽ ഉന്നയിക്കുകയും ചെയ്തു. ഏതായാലും 3 മണിക്ക് രാജ്യസഭയിലും അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട്. 3 മണിക്ക് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. രാവിലെ ഏതായാലും ഭാരതരത്ന അടക്കമുള്ള വിഷയങ്ങളും രാജ്യസഭയിൽ ചർച്ചയ്ക്ക് വന്നു. ജയന്ത് ചൗധരി കേന്ദ്ര സർക്കാർ നടപടിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണം അത് തനിക്ക് തൻ്റെ മുത്തച്ഛൻ്റെ ആ കാലഘട്ടത്തെയാണ് അനുസ്മരിപ്പിക്കുന്ന അടക്കമുള്ള പ്രശംസ ജയന്ത് ചൗധരിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏതായാലും RLD അടുത്ത ദിവസം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപനം, NDA പ്രവേശനം അറിയിച്ചുകൊണ്ടൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഞ്ജു. ശരി രാകേഷ്, എന്തായാലും പ്രധാനമന്ത്രി ഇന്ന് എന്താണ് പാർലമെന്റിൽ പറയാൻ പോകുന്നത്? അതിനുള്ള ആകാംക്ഷയുണ്ട്, അത് കാത്തിരിക്കുകയാണ്. വൈകിട്ടോടുകൂടി പ്രധാനമന്ത്രി പാർലമെന്റിൽ സംസാരിക്കും. വയനാട്ടിൽ ഭീതി പരത്തിയ ആനയ്ക്ക് വേണ്ടി, ആനയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമം വനം വകുപ്പ് തുടരുകയാണ്. എന്തായാലും മയക്കുവെടി വയ്ക്കുവാനുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. പക്ഷേ അതിന് നടപടിക്രമങ്ങളുണ്ട്, അതിന് സമയമെടുക്കും. ആനയെ തളയ്ക്കണം എന്ന് തന്നെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ശക്തമായ പ്രതിഷേധം ഇപ്പോഴും മാനന്തവാടിയിൽ തുടരുകയാണ്. നിരോധനാജ്ഞയും തുടരുകയാണ്. ഇതിന്റെ വിശദമായ വാർത്തകൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. പകൽ വാർത്ത ഇവിടെ അവസാനിക്കുകയാണ്. ഇനി സ്പോട്ട് ലൈവുമായി